ഹലോ, വെൽക്കം. എല്ലാവർക്കും ജയാക്കു എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വെറൈറ്റി ഡിഷ് എന്ന് പറയാൻ പറ്റത്തില്ല, വെർമിസലി, അതായത് സേമിയ, ബ്രഹ്മസലി, വെർമിസലി എന്നിങ്ങനെ പല പേരുകൾ, പായസം എന്നുകൂടി അറിയപ്പെടും. ഇന്ന് ഞാൻ പായസമാണ് ഉണ്ടാക്കുന്നത്. കണ്ട വെർമിസലിയുടെ ഈ പാക്കറ്റാണ് മേടിച്ചിരിക്കുന്നത്. എത്ര രൂപയാണ് ഇതിന്? 38 രൂപ. തീർന്നായിരുന്നു, കൊണ്ടുവന്ന കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് സാബുദാന, മലയാളത്തിലാണ് എന്താ പറയുന്നത്, ചവ്വരി. ഇവിടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞു മേടിക്കണ്ട, തികയുമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പാണ്, ഇവിടെ പറയും കാജു, കശുവണ്ടി, അണ്ടിപ്പരിപ്പ്. പിന്നെ വേണ്ടത് കിസ്മിസാണ്, മുന്തിരിങ്ങ. അപ്പം ഞാനതേ വെള്ളത്തിലിട്ട് കേട്ടോ നേരത്തെ, അതുകൊണ്ട് പാക്കറ്റിൽ നിന്ന് എടുത്ത് കേട്ടോ. കാരണം ഉണ്ടാക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കുതിർന്ന് വന്നാൽ നെയ്യിലിടുമ്പം ഇച്ചിരി വലുതായിട്ട് വരാം, അല്ലെങ്കിൽ ചുക്കി ചുളിഞ്ഞെടുക്കും. അതുകൊണ്ട് ഞാനത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് എന്തുവാ? ഏലക്ക. ഇത്ര ഇൻഗ്രീഡിയൻസ്. ഇനി വേണ്ടത് പാല് നമുക്ക് ഈ കൊച്ചുകുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ, ഇത് ചെറിയ പാക്കറ്റിൻ്റെ ആണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് പാലിൻ്റെയൊക്കെ ഒരു ആവശ്യം വന്ന് ഓടി പോകാൻ വയ്യാത്തതുകൊണ്ട് ഇത് ചെറിയ പാക്കറ്റ്. ചില സമയത്തൊക്കെ ചേട്ടന് മൂഡ് തോന്നി വലിയൊരു കാർട്ടൺ കൊണ്ടുവന്നിട്ട് പറയും പെട്ടെന്നൊന്നും തീർത്ത് കളയിലടി എന്ന് പറയാം. അങ്ങനെ കൊണ്ടുവന്നത് കൊണ്ട് ഇപ്പം എനിക്കതായി. പക്ഷേ ഈ ഒരു കവറിൽ പറ്റത്തില്ല, ഇങ്ങനെ ഒരു 5 കവറെങ്കിലും കുറഞ്ഞത് ഒഴിക്കണം. ഈ ഒരു അര കവറിന് എന്നാലേ ടേസ്റ്റ് വരും. അങ്ങനെ ഞാനൊരു 5 കവർ പാലും എടുത്ത്. ഇനി വേണ്ടത് പഞ്ചസാര, അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യുമ്പം കാണിക്കാം. നെയ്യും വേണം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി. സേമിയ ഉണ്ടാക്കാനായിട്ട് താണ്ട ഈ ഒരു ചരുവമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. നമുക്കൊന്നൊരു ഇച്ചിരി കൂടുതൽ സേമിയ വേണം, അതുകൊണ്ട് ഒരു ഇച്ചിരി വലിയ പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നല്ല ചൂടായി പുക വരാൻ തുടങ്ങി. എൻ്റെ ദൈവങ്ങളെ, പുകയുന്നതിന് ലേറ്റായിപ്പോയി. അപ്പോഴത്തേനും ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നെയ്യിൽ അങ്ങ് തുടങ്ങാം. നമുക്ക് ചവ്വരി വെള്ളത്തിലിട്ട് കുതിക്കലോ, പിന്നെന്താ പറയുന്നത്, വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം പിന്നെ വേവിക്കലോ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ വേവിക്കുന്ന അങ്ങനെ ഒരു പരിപാടി എനിക്കില്ല കേട്ടോ. ആദ്യം തന്നെ നെയ്യ് അങ്ങോട്ട് ഉരുകുമ്പം തന്നെ എല്ലാം അങ്ങ് തട്ടിയിട്ട് തീ കുറച്ച് വെച്ചു. ഈ ചവ്വരിയെ നമുക്ക് ഇളക്കി കൊടുക്കണം. നെയ്യിൽ കിടന്ന് ഇത് കുറച്ച് വേവണം. വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, നെയ്യ് മാത്രം മതി. ഇപ്പോൾ ഒരു വ്യത്യാസം ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ വ്യത്യാസം വരുന്നുണ്ട്, വലുതായി വരുന്നുണ്ട്. നല്ല മണവും രുചിയായിരിക്കും കേട്ടോ നെയ്യിലിട്ട് ഇതിനെ വറുത്ത് അതിന് ശേഷം വേവിക്കുമ്പോൾ. ഇപ്പുറത്തേക്ക് ഞാൻ സൂചി അല്ലല്ലോ, സേമിയ ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനായിട്ട് ഞാൻ കടായി വെച്ചു. അപ്പോൾ ഇച്ചിരി ഈ അടുപ്പ് ഇച്ചിരി തീ കുറച്ച് വെച്ചു കേട്ടോ. കാരണം നമ്മുടെ സാബുദാന, നമ്മുടെ എന്താ പറയുന്നത്, ചവ്വരി കണ്ടോ, ആ നെയ്യ് കിടന്ന് വലുതായി വരുന്നത് കണ്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ചെയ്യാത്തവർ. വെള്ളത്തിലിട്ട് പൊടിക്കുന്നതിനെക്കാട്ടും നല്ലതായത്. ചവ്വരി കുറച്ചും കൂടെ ഇനി വലുതായി വരും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നല്ല ബോൾ കണക്ക് വരും. കണ്ട, ഞാൻ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. കണ്ട, സേമിയ ഒട്ടും ഫ്രൈ സേമിയ അല്ല, നോർമൽ സേമിയ. ഇതിട്ട് കഴിഞ്ഞാൽ ഒരു രുചിയും കാണത്തില്ല. അയ്യോ, കുറേ വീണ് മക്കളെ, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല ക്യാമറ. ഇതെല്ലാം കൂടെ വീണത് കുഴപ്പമില്ല കേട്ടോ, നമുക്ക് ഇത്രയും വേണം. ഇതിനെ ഫ്രൈ ചെയ്യാം. സേമിയ അങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നോ? കണ്ട, ഫ്രൈ ആവുന്ന. ഇനി ഈ ചൂടി കിടന്ന് ഒന്നുകൂടെ അങ്ങ് ഫ്രൈ ആവും. ഞാൻ അങ്ങ് നിർത്തുകയാണ് കേട്ടോ, ഗ്യാസ് നിർത്തി. കണ്ടേ, നമ്മുടെ നെയ്യ് കിടന്നിട്ട് ആശാൻ കുറച്ചും കൂടി ഒന്ന് മൂക്കണം. ഹലോ ഗേയ്, സൂക്ഷിച്ച് നോക്കൂ, സാബുദാനെ കാണുന്നുണ്ടോ? കുറച്ച് വലുതാവുന്നില്ലല്ലോ, പോപ്കോൺ കണക്ക് അനങ്ങുന്നുണ്ടോ? കണ്ട പോപ്കോൺ കണക്ക് വലുതാവുന്നത് കണ്ടോ? അപ്പോഴത്തേക്ക് ഇവ രണ്ടും അങ്ങ് കൂട്ടായല്ലോ. നമ്മുടെ സേമിയ റെഡിയായി കഴിഞ്ഞു. സേമിയ അല്ല, സാബുദാന. ബോൾ കണക്ക് വലുതായി വന്നു നമ്മുടെ ചവ്വരി.
ഇനി നമുക്ക് ഗ്യാസ് നിർത്തി കൊടുക്കാം. ഇനി ഇത് വേവാനായിട്ട് ദാണ്ട ഇതിന് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവി എൻ്റെ കയ്യിലോട്ട് അടിച്ചു ഗൈസ്. 1/2 ഗ്ലാസ്, കുറച്ച് ബാക്കിയുണ്ട് 1/2 ഗ്ലാസ്സിന്. ഇത്ര ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ പാലെല്ലാം ഒഴിക്കുമ്പോഴേ വെള്ളമാവും. പിന്നെ നമുക്ക് സേമിയയും വേവിക്കണം. നമ്മൾ ഇതിനകത്ത് ഇത് എത്രയും ചെയ്തിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇത് നെയ്യിൽ വെന്ത ചവ്വരിയാണ്, രുചി കൂടും. പച്ചവെള്ളം ഒഴിച്ച് കൊടുത്താലേ രുചി അങ്ങ് പോകും. എപ്പോഴും നമ്മൾ ചൂടായ ഇപ്പോൾ പകുതി വെന്ത എന്തെങ്കിലുമൊക്കെ ഫുഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഒഴിക്കണം. ചവ്വരി തിളയ്ക്കാൻ തുടങ്ങുന്നുള്ള ഈ ചവ്വരി വേവുന്ന സമയത്ത് ചവ്വരി പകുതി വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സേമിയ ഇതിലിടും. അല്ലെങ്കിൽ സേമിയ അങ്ങ് വെന്തളിയും. സേമിയയുടെ ഒരു 1/4 ഭാഗം വേവ് മാത്രമേ നമ്മുടെ ഈ പായസത്തിനാകാവൂ. അപ്പോഴത്തേക്കും നമുക്ക് ഏലക്ക പിടിച്ചിട്ട് വരാം. ഓക്കെ, മിക്സിയുടെ ജാർ എടുത്ത് വെച്ചു. ആദ്യം കുറച്ച് ചീനി ഇട്ട് കൊടുത്തു. ചീനി എന്ന് വെച്ചാൽ പഞ്ചസാര. ഓക്കെ, പഞ്ചാര ഷുഗർ ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ട ഏലക്ക. കൂടിപ്പോയി ഗൈസ്, തിരിച്ചെടുത്തു ഞാൻ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, താഴെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരട്ടെന്ന് വെച്ചാൽ. നല്ല പൗഡറായി കിട്ടി. ആ അടപ്പ് അങ്ങോട്ട് തുറന്നപ്പോഴേ നല്ല മണമായിരുന്നു ഏലക്കയുടെ. ഇടവേളകൾ ആനന്ദകരമാക്കുന്നുണ്ട്. ജയാന്ന് ഞാൻ പേരെഴുതി വെച്ചു. മിക്സിയുടെ അടപ്പാണ് കേട്ടോ, പക്ഷേ ശരിയായില്ല. താണ്ടെ ഇത് പകുതി കൂടുതലും വെന്തു. ഇനി നമുക്ക് സേമിയ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഫ്രൈ ചെയ്ത് വെച്ച സേമിയ ചേർത്തു. കുറച്ച് ബാക്കിയിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ തട്ടിയിട്ടു. ഇത് പൗസാക്കാൻ നോക്കിയിട്ട് ആവുന്നില്ല, കുറച്ച് വെയിറ്റ് ചെയ്യട്ടോ. പാൽ കവർ കട്ട് ചെയ്യാൻ പോവുകയാണേ. നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഓരോരോ കവർ പാലൊഴിച്ച് കൊടുക്കാം. ഈ പാലിനകത്ത് കിടന്ന് വേണം കേട്ടോ സേമിയ ഇനി വേവുന്നത്. ഒരു കവർ ഒഴിച്ച് കൊടുത്തു. ഇനി ബാക്കിയുള്ള കവർ ഇനി ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അങ്ങനെ അവസാനത്തെ കവർ ഞാൻ എല്ലാം കൂടെ നിങ്ങളെ കാണിച്ചില്ല കേട്ടോ, ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ട് എല്ലാം കാലി. ഇവിടെ ഇരിപ്പുണ്ട്. യുദ്ധക്കളമാണ് മക്കളെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കണക്കിരിക്കുന്നു. ഇതെല്ലാം ഒന്ന് കുതിരുമ്പോൾ സെറ്റായിക്കോളും. ഇനിയും കുറേ ജോലി ബാക്കി എടുക്കുന്നു. എനിക്കൊരു മനസ്സമാധാനവും ഇല്ല. ഇതിലെല്ലാം കുറേച്ചെ വെള്ളം ഒഴിച്ച് ഓരോ പാക്കറ്റിൽ നിന്ന് ഇങ്ങനെ കുലുക്കി 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 വേണ്ടേ ഒഴിച്ചു കൊടുക്കുന്നു. പാത്രം മാറി കേട്ടോ. കാര്യം എന്താണെന്ന് അറിയാം, ഇത് വേറെ ഇവിടുത്തെ വലിയൊരു പാത്രമാണ്. എൻ്റെ ആ സ്റ്റീൽ പാത്രത്തിൻ്റെ അടിയിൽ ശകലം പിടിച്ച്. അപ്പം ആ ടൈമിൽ തന്നെ അതിൻ്റെ സ്മെല്ല് എടുക്കാതിരിക്കാൻ ഞാൻ പെട്ടെന്ന് മാറ്റിയതാണ്. പിന്നെ കുറച്ച് വെന്ത് കഴിയുമ്പോൾ പിന്നെ അതിനകത്ത് തന്നെ ഫ്രൈ ചെയ്ത് വെക്കാം. അത് എൻ്റെ ഒരു ഉപേക്ഷകുലം. തീ കൂട്ടി വെച്ച്, പക്ഷേ സ്മെല്ല് വന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇതാണ് സംഭവം. കാരണം വലുതായിട്ടില്ല, ചെറിയ രീതിയിൽ. നല്ല കട്ടിയുള്ള വെയിറ്റുള്ള പാത്രം കേട്ടോ, നല്ല കട്ടിയുള്ള പാത്രം. പക്ഷെ തീ കൂടി അങ്ങ് ഇരുന്ന്. ഞാനപ്പോൾ പാലൊഴിക്കുമായിരുന്നു, തീ കുറച്ച് വെക്കണമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറ്റി. ഇനി ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ ഞാൻ ഇങ്ങോട്ട് തട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അതിൽ തന്നെ ഇരിക്കും. എന്തെങ്കിലും ഒന്ന് നടക്കും. അപ്പോൾ ഇനി ബാക്കി പരിപാടി ചെയ്യാം. ഓരോ ഗ്ലാസ്സിലും വെള്ളം പാൽപാത്രത്തിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിനെ ഇങ്ങനെ 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 കലക്കി നമുക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മൾ മലയാളി വീട്ടമ്മമാർ നമ്മളെന്തെങ്കിലും വേസ്റ്റ് ചെയ്യുമോ? ബാക്കി കവറെല്ലാം കൂടെ കഴുകി ഒഴിച്ചപ്പോൾ എനിക്ക് ഇത്രയും പാല് കിട്ടി. തിളച്ച് വരുന്നുണ്ടോ? പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴേ ഇട്ട് കൊടുത്താലേ പിന്നെ ഇത് വേവത്തില്ല. കുറച്ചും കൂടെ ഒരു
ഒരു 5 മിനിറ്റും കൂടി ഇരുന്ന് ഈ സംഭവം ശരിയാവും. കണ്ട സേമിയ ഒത്തിരി അങ്ങ് വേണ്ട, ഒരു 5 മിനിറ്റും കൂടി ഇരുന്ന് നമുക്ക് ഇളക്കാം. പിന്നെ ഈ സാബുദാന ഇല്ലേ അത് ഇനി ഇതിനകത്ത് കിടന്ന് പിന്നെ അങ്ങ് വലുതായിക്കോളും. നമ്മുടെ സേമിയയ്ക്കുള്ള ഏലക്കയും പഞ്ചസാരയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പഞ്ചസാര ഇത് പോരാ, നമ്മൾ ഏലക്ക പൊടിക്കാനായിട്ട് ഉപയോഗിച്ച പഞ്ചസാരയാണ്. ഇനി മധുരത്തിനുള്ള പഞ്ചസാര കുറച്ചും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. വേണ്ട, നമുക്കൊരു കണക്കുണ്ടല്ലോ, ഇച്ചിരി തട്ടിയിട്ട് കൊടുക്കാം, എന്നിട്ട് നിർത്താം. ഇനി ഓവർ മധുരം ആവണ്ട, കാരണം ഈ പാക്കറ്റ് പാലിനെല്ലാം മധുരമുണ്ട്, അറിയാലോ. എത്ര വന്നാലും നമ്മുടെ ആ പശുവും പാലില്ലേ, അതിൻ്റെ ആ കളറും പശുവും പാലിൻ്റെ ആ കളറും എത്ര ചേർത്തിട്ട് ആ ഒരു തനി വെള്ളം കിട്ടിയിട്ടില്ല, ഒരു ഇച്ചിരി കളർ മാറിയിരിക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റും ഈ സേമിയയ്ക്ക് കിട്ടുമെന്ന് വെച്ചാൽ അതെന്തായാലും ഇല്ല കേട്ടോ. പായസത്തിന് മധുരം നോക്കിയിട്ട് കുറച്ചേ എനിക്ക് തോന്നുന്നുള്ളൂ. ഞാൻ പിന്നെ ഇച്ചിരിയും കൂടെ തട്ടിയിട്ട് കൊടുക്കും. അല്ല പിന്നെ വല്ലപ്പോഴും കൂടിയൊക്കെ ഇച്ചിരി പായസം കഴിക്കുന്നത്, അപ്പോൾ പിന്നെ ഇച്ചിരി മധുരം കൂട്ടി കഴിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു രുചി. പായസം വെട്ടി തിളയ്ക്കുന്നതാണ് എന്താ ഭംഗി. പാൻ അടുപ്പിൽ വെച്ച് നമ്മൾ നേരത്തെ നെയ്യ് വെച്ചിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. നമ്മളെന്തുവാ ചവ്വരിയും സേമിയും എല്ലാം നമ്മൾ ആ സമയത്ത് നെയ്യ് ചേർത്തിട്ടുണ്ടായിരുന്നു, ചവ്വരി ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര നെയ്യുടെ ആവശ്യമുള്ളൂ. ആദ്യം തന്നെ ഞാൻ അണ്ടിപ്പരിപ്പ് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്, കുറച്ച് പൊടി അണ്ടിപ്പരിപ്പ്. ഇന്നൊരു 4 അണ്ടിപ്പരിപ്പ് ഞാൻ കഴിച്ചു കേട്ടോ, അതായത് കട്ട് ചെയ്തതിൽ വെച്ച്. അല്ലാതെ നമ്മൾ അമ്മമാരൊക്കെ ലേഡീസൊക്കെ എപ്പോഴും ഇങ്ങനെ കഴിക്കത്തൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിൽ എപ്പോഴും പിള്ളേർക്കും ഭക്ഷണം കൊടുക്കും. പിന്നെ ഈ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കഴിക്കും. വേണ്ട, ഇനി നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. മുന്തിരിങ്ങ വെള്ളമുണ്ട് മുന്തിരിങ്ങയിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്. ഇനി അത് കറക്റ്റ് മൂപ്പായിക്കോളും. ഞാൻ അണ്ടിപ്പരിപ്പൊക്കെ അങ്ങ് പറക്കി മാറ്റും കേട്ടോ, കാരണം ഇതിച്ചിരി മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതങ്ങ് ഒത്തിരി കരിയണ്ടെന്ന് വെച്ചിട്ട് ഉമ്മാരെയൊക്കെ എടുത്ത് അങ്ങ് ഇടുക. അപ്പോൾ എല്ലാം ഫ്രൈ ആയി, നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോഴാണ് സേമിയ കണ്ട ഒരു ലുക്കിൽ ആ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വന്നത്. എന്നിട്ട് നമ്മുടെ ആ പശുവും പാലിൻ്റെ ഈ പാക്കറ്റ് പാലിൻ്റെയൊക്കെ ആ ഒരു കളർ വ്യത്യാസം എന്തായാലും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഞാനങ്ങനെ സെർവ് ചെയ്യുകയാണ് കേട്ടോ, എല്ലാം ഒഴിച്ച് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള, ഞാൻ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, എങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ. പഞ്ചസാര നെയ്യ് ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ ആരുണ്ടാക്കിയാലും ടേസ്റ്റ് കാണും. സേമിയ ഉണ്ടാക്കി കഴിഞ്ഞതാണ്. ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എല്ലാം ദാണ്ട് അടി പോയെന്ന് തോന്നും കേട്ടോ. പിന്നെ കണ്ടോ ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ എൻ്റെ സേമിയ പായസം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻസിൽ എഴുതിയിരിക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായം.